ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ കുവൈറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഐലാൻഡിലേക്കുള്ള ഫെറി യാത്രയും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ്. കുവൈറ്റിലെ മെയിൻ ലാൻഡിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഫൈലക്ക. ഇവിടേക്കുള്ള യാത്ര ഓരോ സഞ്ചാരിക്കും പ്രിയപ്പെട്ടതാകുന്നത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും അവിടേക്കുള്ള സമുദ്രയാത്രയും പിന്നെ ആ ഭൂപ്രദേശത്തിന്റെ ചരിത്ര പ്രധാനവുമാണ്. കുവൈറ്റിലെ സാൽമിൽ നിന്നുമാണ് ഈ ഫെറി സർവീസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനായി ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് വരുന്നത് 10 കുവൈറ്റ് ദിനാറാണ്. കുട്ടികൾക്ക് 5 കടിയും. അപ്പോൾ അധികം പറഞ്ഞു നീട്ടാതെ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ രാവിലെ തന്നെ ഫൈലക്ക ദ്വീപിൽ പോവാനായി ഇവിടുന്ന് ഫർവാനിയിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. 6:30 അവിടെ ഫെറി അവിടെ നിന്ന് എടുക്കുന്നത്. രാവിലെ 6:30 പോയിട്ട് വൈകിട്ട് 9 മണിക്ക് തിരികെ എത്തുന്ന ട്രിപ്പാണ്. അങ്ങനെ ഇവിടെ ഫൈലക്ക ദ്വീപിലോട്ട് പോകാനായിട്ട് സാൽമയിൽ എത്തിയിട്ടുണ്ട്. ഇക്കുറാസിൻ്റെ ഓഫീസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് വരുന്ന വഴി. ഇത് വണ്ടിയും കൊണ്ട് പോകാം. അപ്പോൾ നമ്മൾ വണ്ടി പുറത്തിട്ടിട്ടാണ് പോകുന്നത്. ഫെറിയുടെ പേരാണ് അബു അൽ ഖൈർ. കുവൈറ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത് കാണുന്നത്. അങ്ങനെ ഫെറിലോട്ട് കയറുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഫെറിയിൽ കയറുന്നത്. ഇത് നമ്മുടെ കൂടുതലുള്ള ടീമുകളാണ്. ഫെറിലോട്ട് കയറുകയാണ്. മേലോട്ട് കയറി പോകണം. താഴത്തെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇതിന് ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത്. പോയിട്ടുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കാണുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് മറീന. ടോപ്പിലാണ് കയറിയിട്ടുള്ളത്. അമ്മോ ബസ് വീഡിയോ ഓക്കെ. മഷ്കൂർ. അസ്സലാമു അലൈക്കും. ഇത് എൻജിൻ റൂമാണ്. ഇങ്ങോട്ട് മമ്മനാണെന്ന് പറഞ്ഞു. അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പെർമിഷൻ ചോദിക്കാമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും حبيبي just نشوف الفيديو داخل ممنوع بس just فيديو يوتيوب بس بسرعة هذا بسرعة ان شاء الله. هي بس نفر واحد ما 2 نفر. اوكي واحد نفر يلا ان شاء الله. مشكور. 2 نفر ما اوكേ. هو ممنوع. അങ്ങനെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതിനുള്ളിലേക്ക് കയറാനായിട്ട്. ഓക്കെ പോകില്ല. ഇതാണ് ഇവിടെ ക്യാപ്റ്റൻ റൂം. അപ്പോഴാണ് ക്യാപ്റ്റൻ. ഇതാണ് ഇവിടുത്തെ
ഓക്കെ, ഇതാണ് ക്യാപ്റ്റൻ റൂം. അവൻ നമ്മുടെ ഫെറി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 6:30 തന്നെ ഫെറി എടുത്തു, കറക്റ്റ് സമയത്ത് എടുത്തു. താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ബേസിക് സൗകര്യവും വാഷ്റൂം എല്ലാം ഉണ്ട്. അതാ ഏറ്റവും മേലെ കാണുന്നതാണ് ക്യാപ്റ്റൻ റൂം. അതിനുള്ളിലാണ് ഞാൻ നേരത്തെ കയറിയത്. ആ കാണുന്നതാണ് ഫൈലക്ക ദ്വീപ്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഫൈലക്ക ദ്വീപിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്. അവിടെ ഫെറി ഇങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട്. ഫെറി തിരിഞ്ഞ് നമ്മളിതാ അവിടെ നിന്നാണ് വന്നത്. വെള്ളത്തിലേക്ക് അതിപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പോകാം. പക്ഷേ അപ്പോൾ അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ആക്കി ആ കാണുന്നതാണ് വഴി. നമ്മൾ ദ്വീപിലോട്ട് എത്തി.
വണ്ടി ഓരോന്നോരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയാണ്. എല്ലാവരും ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫൈലൊക്കെ ദ്വീപിലോട്ട് എത്തി. ഞാൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബസ് സർവീസ് ഉണ്ട്. ആ ബസ്സിലാണ് നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ഓരോ വില്ലേജുകളൊക്കെ ഉണ്ട്. ടോയ് ട്രെയിൻ, വില്ലേജിലേക്കാണ് ഇപ്പോൾ ബസ് വന്നിട്ടുള്ളത്. ഇവിടെ കുട്ടികളെ കളിക്കാനുള്ള പാർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ എടുക്കാം, ഫുഡ് എടുക്കാം, ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ ബസ് പാസ് ഉണ്ട്, ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട്. ആ ഡ്രൈവറോട് ചോദിക്കാൻ പറ്റും. ഫുഡ് എന്തായാലും എടുക്കാം, നമുക്ക് വിശക്കും കുറച്ച് കഴിഞ്ഞാൽ. ഉള്ളില് ഒരു ഓഫീസ് ഉണ്ട്, അവിടെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിനുള്ളിൽ. സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം ബസ്സിന്. 45 മിനിറ്റ് നമ്മൾ അവർ ഫുള്ള് സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കും. ഒരാൾക്ക് 330 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു മിനി മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാം, അവിടുന്ന് ടിക്കറ്റ് നമുക്ക് എടുക്കാം. ഇവിടെ മിനി മാർക്കറ്റ് എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോട്ടെ. ആ
ഇതാണ് മിനി മാർക്കറ്റ്. ഹിന്ദി മലയാളി. ആ പിന്നെ ഇവിടെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുന്നത്? ബസ് ടിക്കറ്റ് ഇവിടുന്ന് എത്ര ഒരാൾക്ക് എത്ര? വീട് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഒരു 5 പേരുണ്ട്. നമുക്ക് ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ അല്ലേ? 97651249. 5 പേരുണ്ടല്ലേ? റാഫി എപ്പോഴാ ബസ് പോവാ? അത് മിനിമം നമുക്ക് 10 പേര് അങ്ങനെ വേണം ബസ്സിലേക്ക്. 5 പേരുണ്ടല്ലോ ഓൾറെഡി. എന്തായാലും ഒരു 10-12 മണിക്കുള്ളിൽ. 12 മണിക്കുള്ളിൽ. 12 മണിക്കുള്ളിൽ. ഇവിടെ ജുമസ് കഴിക്കാനായിട്ട് അതിന് മുന്നേ എന്തായാലും അതിന് മുമ്പ് അതിന് മുമ്പ് എന്തായാലും അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് നിഖിൽ നമ്മുടെ കോഴിക്കോടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് പുള്ളി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആയിരിക്കും. ഹലോ. ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്? ഇവിടെ മെയിനായിട്ട് ഒരു ക്യാമൽ ക്യാമ്പ് ഉണ്ട്, പിന്നെ ഒരു പഴയൊരു ബാങ്ക് ഉണ്ട്, വാറിന്റെ ടൈമിൽ അവർ അറ്റാക്ക് ചെയ്ത്. ഓക്കെ. പിന്നെ വാറിന്റെ മിഷണറീസ് ഒക്കെ ഇട്ടൊരു സ്ഥലം, പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയമാണ് മെയിനായിട്ട് കാണാനുള്ളത്. അതിനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ദൂരം ഉണ്ടോ ഇവിടുന്ന് മ്യൂസിയത്തിൽ? ഇല്ല, എല്ലാം ഒരു 1 hourന്റെ ഉള്ളിൽ 1 hour അല്ലേ ടൂർ കഴിയും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 3 കടി 3 hour അല്ലേ? എത്ര മിനിറ്റ് ഉണ്ടോ? 1 hourനുള്ളിൽ കഴിയും. 1 hour. മ്യൂസിയത്തിലേക്ക് ദൂരം ഉണ്ടോ? നടക്കാനാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടാവും. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ. അവിടെ പഴയ സാധനം ഇതൊക്കെ ഉപേക്ഷിച്ച് പോയ ഇതൊക്കെ എല്ലാം ഉണ്ടാവല്ലോ അവിടെ. പിന്നെ ബീച്ച് ഇവിടെ തന്നെ. അതന്നെ, വേറെ ഇല്ലല്ലേ? ഇല്ല, അത് തന്നെയാണ് പ്രൈവറ്റ് ബീച്ച് ഉള്ളത്. പ്രൈവറ്റ് ബീച്ച് അത് തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ആള് റെഡി ആയി കഴിഞ്ഞാൽ ഒരു ബസ്സിന് പോകാനുള്ള ആൾ റെഡി ആയി കഴിഞ്ഞാൽ അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. നമ്മളിവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അതൊന്ന് അതിനുള്ളിൽ നമുക്ക് കയറി നോക്കാം. മ്യൂസിയം ഓഫ് ഷെയ്ഖ് അബ്ദുൽ സലാം. അവരടച്ചിട്ടേക്കണം, തുറക്കാം. ഒരു ബുക്കിൻ്റെ ഷെൽഫുണ്ട്. ഷെയ്ഖ് അബ്ദുള്ള സാലം റൂം. ദീവാനിയാണ്. അസ്സലാമലൈക്കും. ആരും സലാം നടക്കുന്നില്ല. ഷെയ്ഖ് അബ്ദുൽ സലാം റൂം, പഴയ റൂം. ഫാന്, ദീവാനിയ, പഴയ സ്വിച്ച് ബോർഡ്.
ഇനി പുറത്തേക്ക് ഇതുണ്ട്, പുറത്ത് ഒരേ റൂം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുള്ള അൽസലം. ഇതിലൂടെ ഇതൊരു ദീവാനിയ. ഇതൊക്കെ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. ആ, ഇവിടെ ഒരു കിച്ചൺ കാണുന്നുണ്ട്. കിച്ചൺ കയറി നോക്കാം. ആ ഫാൻ, പഴയ ഫാൻ ഇവിടെയുണ്ട്. കിച്ചൺ പാത്രങ്ങൾ, വിറകടുപ്പ്, വലിയ ചെമ്പുകള്, ചട്ടി, നാട്ടിലെ ഓരല്, മരത്തിന്റെ ഓരലാണ്. അടുത്ത റൂം സിയ റൂം. വെള്ളമൊന്നുമില്ല. കിണറാണ്, വെള്ളമൊന്നുമില്ല. ഇങ്ങനെ ഭംഗിയുള്ള കടലാസ് പൂവുണ്ട് ഇവിടെ. ഇവിടെ ഗണ്ണുകളൊക്കെ ഉണ്ട്, പഴയ ഗണ്ണുകൾ. പഴയ വാളിരിക്കുന്നുണ്ട്, ബെൽറ്റുകൾ, ഒരു പരുന്ത് എന്ന് തോന്നുന്നു, പരുന്തിൻ്റെ അവശിഷ്ടമുണ്ട്. ഒരു മാന്, ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്, ഇതുപോലെ ഇങ്ങനെ ഷെഡ് പോലെ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വായോ, ഓപ്പണാക്ക്. ദേവദാസ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് ഓപ്പണാക്കി പാത്രം നോക്കട്ടെ. അയ്യോ, മാഷാഅല്ലാഹ്, ഈ ദമ്മിടുമ്പോൾ ഒരു ഐഡിയ കേട്ടോ അത്. ഓക്കെ ഓക്കെ. ഐഡിയ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. മൈദയ്ക്ക് പകരം അല്ലേ? പൂച്ചവാ. ഇത് തേങ്ങച്ചോറാണോ ഉദ്ദേശിക്കുന്നത്? തേങ്ങച്ചോറാ? അതെ, ആ ശരി. ബിരിയാണി എന്ന് പറഞ്ഞു. ബിരിയാണി എന്ന് പറഞ്ഞത് പറ്റിച്ചപ്പോ ബിരിയാണി എന്നുണ്ട്. തേങ്ങച്ചോറ് അത് ഞാൻ ഉറങ്ങി, എനിക്കറിയില്ല. ആദ്യം കുഴപ്പമാണ്, നമ്മള് കുഴപ്പമില്ല. നമ്മള് വാങ്ങലുണ്ട്. ജീരശാല ഞാൻ ആദ്യമായിട്ടാണ് ജീരകശാല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. അല്ലാതെ ഈ കണ്ടീഷനിലാവുന്ന ഞാൻ വിചാരിച്ചില്ല. ഇതേതാണ് നന്നായി. ഞാൻ മൊത്തം ഒട്ടിയതായി തോന്നുന്നത്. പക്ഷെ ഇങ്ങനത്തെ ബിരിയാണി ഞാൻ ആദ്യം കാണാം. അതന്നെ, ഈ റൈസ് തന്നെ ആദ്യമായിട്ടാണ്. കോഴിക്കോട് ബിരിയാണി ഉണ്ട്. ആദ്യം കുറച്ച് ഫുഡ് കൊടുക്കുക അവർക്ക്. ഈ ദാലിന്റെ മറ്റേ അറബി ഫുഡ് കഴിച്ച് കഴിച്ച് പൂച്ചക്ക് മടുത്തായിരുന്നു. പക്ഷെ വലിയൊരു ഇത് ഈ മിക്സിങ് നടക്കുന്നതോടെ ഇല്ലേ? ഇല്ല, അതിപ്പോ ഒരു സൈഡ് ചെറിയൊരു പീസ് എടുത്ത് ഒരു സൈഡ് നടത്താൽ ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, കണ്ടറിയാലോ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ മണത്ത് അറിയാം, പിന്നെ ഉപ്പുണ്ടോ ഈ ചോറ് സാധാ ചോറ് ഞാനൊരു വലിയ കെട്ട് അവിടെ കൊണ്ടുവച്ചു.
അതാ മോളൂസ് കഴിക്കല്ലേ? ആ, അത് വെയിറ്റ് ചെയ്യേ